السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحابه الفائزين برضا الله. أما بعد. പ്രിയമുള്ള മിഷ്കാത്ത് പഠിതാക്കളെ, വിശുദ്ധ റമദാനിൽ തുടങ്ങിവെച്ച സൂറത്തുൽ ഖാഫ് പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നാം ഇപ്പോഴുള്ളത്. 40 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായിട്ട് നാം വിശദീകരിക്കുകയുണ്ടായി. പുനർജീവിതത്തിൻ്റെ പ്രഥമ ഘട്ടമായ രണ്ടാമത്തെ കാഹളത്തിൽ ഊതുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്തുകളിലൂടെ തുടങ്ങുന്നത്. ജീവിതം, മരണം, പുനർജീവിതം, ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ആയത്തുകളെല്ലാം നമ്മൾ പഠനത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. മരണത്തിന് ശേഷമുള്ള ബർസഖിയായ ജീവിതം, അവിടെ മുതൽ മരണാനന്തര ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. അപ്പോഴാണ് കാഹളത്തിൽ ഊതപ്പെടുകയും സർവമാന മനുഷ്യരും അവരുടെ ശ്മശാനങ്ങളിൽ നിന്ന് അഥവാ ബർസഖിയായ ജീവിതം അവസാനിപ്പിച്ച് രക്ഷാശിക്ഷകളെ സംബന്ധിച്ചുള്ള ബോധ്യത്തിന് വേണ്ടി അഥവാ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നു. പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങളിലൂടെ ജനങ്ങൾക്ക് നൽകിയ വരാനിരിക്കുന്ന ഈ മുന്നറിയിപ്പുകളെ സംബന്ധിച്ചുള്ള താക്കീതുകളെ പറ്റിയുള്ള വിവരങ്ങൾ ഭൂരിഭാഗം ആളുകളും കളവാക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്തിരുന്നു എന്നുള്ളതാണ് വസ്തുത. മനുഷ്യന് അറിവ് ലഭിക്കുവാൻ പ്രധാനമായും 3 കാര്യങ്ങളെയാണ് അവലംബിക്കാറുള്ളത്. ഒന്ന്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവന് ലഭിക്കുന്ന വിജ്ഞാനം. കണ്ടറിയുകയും കേട്ടറിയുകയും തൊട്ടറിയുകയും ഒക്കെ ചെയ്യുന്ന വിജ്ഞാനത്തിൻ്റെ ഒന്നാമത്തെ തലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന അറിവുകൾക്ക് പരിധിയും പരിമിതിയുമുണ്ട്. ഒരു പരിധിക്കപ്പുറത്തുള്ള വസ്തുവിനെ കാണാൻ കഴിയാത്തതുപോലെ തന്നെ നമുക്ക് കേൾക്കാനുള്ള നമ്മളുടെ ശ്രവണഗുണങ്ങൾക്കുള്ള പരിധി അത് അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഈ രൂപത്തിൽ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവിന് പരിമിതിയുണ്ട് എന്നതുകൊണ്ട് തന്നെ അവന് പൂർണ്ണമായും അറിവ് നേടുക സാധ്യമല്ല. പിന്നെ അവൻ ആശ്രയിക്കുന്നത് ബുദ്ധിയാണ്. ബുദ്ധിപരമായ അവൻ്റെ വിശദാംശങ്ങളിലൂടെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ ചിന്തിക്കുവാനും നിരീക്ഷിക്കുവാനും അതിലൂടെ ചെന്നെത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുവാനും അവന് കഴിയുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും ബുദ്ധിക്ക് തെറ്റുകൾ പറ്റാം. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മനസ്സിലാക്കിയ കാര്യങ്ങളല്ല നമ്മൾ ഈ നൂറ്റാണ്ടിൽ മനസ്സിലാക്കുന്നത്. ഇന്ന് ബുദ്ധിപരമായ മനുഷ്യൻ്റെ ടെക്നോളജിയുടെ വികാസം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ
നാളെ അവൻ ശരിയാക്കി കൊണ്ടുവരും. ഇങ്ങനെ ബുദ്ധിയുടെ ക്രമപ്രവൃത്തമായ വളർച്ചയിൽ അത് അന്ത്യനാൾ വരെ നീണ്ടുപോയാലും ശരി, സത്യങ്ങളുടെ പാരമ്യതയിൽ എത്തിച്ചേരുവാൻ, ആത്യന്തികമായ സത്യങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ അവൻ്റെ കഴിയുന്നതിന് പരിമിതികളുണ്ട് എന്നതാണ് വസ്തുത. ഇവിടെ ബുദ്ധിയും പരാജയപ്പെടുന്ന രംഗത്താണ് പ്രവാചകന്മാരിലൂടെ കിട്ടുന്ന വഹീൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അവന് ബുദ്ധിപരമായ നിരീക്ഷണങ്ങളിലൂടെയോ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയോ ലഭിക്കാത്ത ചില വിജ്ഞാനങ്ങളുണ്ട്, ചില അറിവുകളുണ്ട്. അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. അത് തികച്ചും അദൃശ്യമായ അറിവുകളും വിജ്ഞാനങ്ങളുമാണ്. അതിനെ ഒരുപക്ഷെ അവൻ്റെ ബുദ്ധിപരതയുടെ ന്യായത്തിലൂടെ തെളിയിക്കുവാനോ അവന് കാണിച്ചു കൊടുക്കുവാനോ കേൾപ്പിച്ചു കൊടുക്കുവാനോ കഴിയാത്ത രൂപത്തിലുള്ളതായിരിക്കും. വഹീൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ വിജ്ഞാനമാണ് ബർസഖിയായ ജീവിതവും അതിനുശേഷമുള്ള പരലോകത്തിലെ വിചാരണയും ശിക്ഷാ രക്ഷകളുമൊക്കെ. ഒരു പരിധിവരെ അവൻ്റെ ബുദ്ധിയുടെ തേട്ടങ്ങളാണിതൊക്കെയും. ഈ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിച്ച് നന്മ ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ ആ നന്മയുടെ പ്രതിഫലം ലഭിക്കുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. ഈ ദുനിയാവിൽ ഒരുപാട് തിന്മകൾ ചെയ്ത് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ജീവിച്ച് മരിച്ചു പോകുന്നവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ തിന്മകളനുസരിച്ചുള്ള ശിക്ഷകൾ അനുഭവിപ്പിക്കുക തന്നെ വേണം എന്ന് മനുഷ്യബുദ്ധി ആവശ്യപ്പെടുന്നുണ്ട്. ഇത് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പരസ്യപ്രബോധനം നിർബന്ധമാക്കിയ സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ കയറി നിന്ന് അറേബ്യയിലെ എല്ലാ ഗോത്രങ്ങളെയും അവിടെ ഒരുമിച്ച് കൂട്ടി ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ മലയുടെ പിൻഭാഗത്ത് നിന്ന് ഒരു ശത്രു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, അതേ, ഞങ്ങൾ വിശ്വസിക്കും. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ കളവ് പറയാത്ത അല്ലമീൻ എന്ന സ്ഥാനപ്പേര് സ്വന്തമാക്കിയ ഒരു വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ട് താങ്കൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കും. നബി തിരുമേനി രണ്ടാമതായി ചോദിച്ചു, എങ്കിൽ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ഒരു ജീവിതത്തെ സംബന്ധിച്ച് അവിടെ നമുക്ക് ലഭിക്കുന്ന സ്വർഗനരകങ്ങളെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും താക്കീതും നൽകുവാനാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത് എന്ന് അവരെ ബുദ്ധിപരമായി മനഃശാസ്ത്രപരമായി അവരെ അറിയിക്കുകയാണ് ചെയ്തത്. പക്ഷേ അല്ലമീനായ വിശ്വസ്തനായ മുഹമ്മദ് ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിലും മരണത്തിന് ശേഷമുള്ള ഈ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഈ പരാമർശം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. തബ്ബൻ ലക് അലിഹാദ ജമാഅത്തന, നിനക്ക് നാശമാണ് മുഹമ്മദ്, നീ ഇതിനു വേണ്ടിയാണോ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് എന്ന ആക്രോശം നടത്തി പിന്തിരിഞ്ഞു പോവുകയാണ് അവർ ചെയ്തത്. എല്ലാ കാലത്തും എല്ലാ പ്രവാചകന്മാർക്കും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭൗതികമായ കാഴ്ചപ്പാടിലൂടെ പരലോകത്തെയും അള്ളാഹുവിൻ്റെ താക്കീതുകളെയും നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്ന സത്യനിഷേധികൾ പിശാചിൻ്റെ ദുർമന്ത്രങ്ങൾക്ക് വിധേയരായി പ്രവാചകന്മാരെ അവിശ്വസിക്കുകയും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളും താക്കീതുകളും ഒക്കെ അവർ
പാടെ ഉപേക്ഷിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർക്ക് തങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് അവരെ മാനസികമായി ഒരുപാട് തളർത്തിയിട്ടുമുണ്ട്. അപ്പോഴെല്ലാം പ്രവാചകന്മാരെ സാന്ത്വനിപ്പിക്കുന്ന വചനങ്ങളിൽ വിശിഷ്യ പ്രവാചകൻ തിരുമേനിയോട് സാന്ത്വനത്തിൻ്റെ വാക്കുകൾ നൽകി പ്രബോധന രംഗത്ത് ഉറച്ചു നിൽക്കുവാനുള്ള ആവേശം അല്ലാഹു നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും. താങ്കൾ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ സന്മാർഗത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിഞ്ഞില്ല എന്ന് വരും. ഹിദായത്ത്, ആ സന്മാർഗം അള്ളാഹുവിൻ്റെ കൂടി ഭാഗത്തു നിന്നുള്ള ഒരു ഔദാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അതുകൊണ്ട് ഇന്നമാ അലൈക്കൽ ബലാഗ്, ഈ സത്യം അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ചുമതല മാത്രമേ താങ്കളിൽ അർപ്പിതമായിട്ടുള്ളൂ. അവരെ വിചാരണ ചെയ്യേണ്ട ബാധ്യത, അവർക്ക് തിരുത്തിക്കൊടുക്കേണ്ട ബാധ്യത, അവരെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടി വിചാരണ ചെയ്യേണ്ട ബാധ്യത നമുക്കുള്ളതാണ് എന്ന് പ്രവാചകന്മാരെ, നബിയെ സാന്ത്വനിപ്പിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഫദക്കിർ ഫിൽ ഖുർആൻ, എൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്ന ആളുകൾക്ക് വിശുദ്ധ ഖുർആനിലൂടെ താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്നാണ് അള്ളാഹു തിരുനബിയെ അറിയിക്കുന്നത്. മുന്നറിയിപ്പും താക്കീതും നൽകി ദഅവത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ടു പോയി ഈ ലോകത്തും പരലോകത്തും വിജയം വരിക്കുവാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളെ ഉണർത്തി എന്നുള്ളതാണ്. എന്നിരുന്നാലും സത്യത്തിൻ്റെ പാതയിൽ മുന്നേറാത്ത ആളുകൾ, അവർക്ക് സത്യം ബോധ്യപ്പെട്ടിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥയെ സംബന്ധിച്ചാണ്. അവർക്ക് ഹൃദയങ്ങളുണ്ട്, പക്ഷേ ചിന്തിക്കാൻ കഴിയുന്നില്ല. അവർക്ക് കാതുകളുണ്ട്, കേൾക്കാൻ കഴിയുന്നില്ല. കണ്ണുകളുണ്ട്, കാണാൻ കഴിയുന്നില്ല. ഉലായിക കല്ലന്നാം, അവർ കാലികളെ പോലെയാണ്. ബൽഹും അളല്ല്, അല്ലെങ്കിൽ അതിനേക്കാളും മതപ്പതിച്ചവരാണ് എന്ന് അവരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുവാനുള്ള കാരണം. വിശുദ്ധ ഖുർആൻ കൊണ്ട് പ്രബോധനം നടത്തുക, അതാണ് പ്രവാചകൻ നിർവഹിച്ചിട്ടുള്ള ധർമ്മമെന്ന് പറയുന്നത്. യത്ലു അലൈഹിമുൽ കിതാബ്, വിശുദ്ധ ഗ്രന്ഥം ഓതി കേൾപ്പിച്ചു കൊടുക്കും, എന്നിട്ടത് പഠിപ്പിച്ചു കൊടുക്കും. യുസക്കീഹിം, എന്നിട്ട് അവരെ ആ പാതയിലൂടെ സംസ്കരിച്ചെടുക്കുന്നു, തസ്കിയത്ത് നൽകുന്നു. ഇതാണ് പ്രവാചകന്മാർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിൻ്റെ ഒന്നാമത്തെ മുസക്കി, മനുഷ്യരെ സംസ്കരിക്കുവാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ള പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം അവരിൽ ജീവിക്കുകയും അവർക്ക് മാതൃകയായി തൻ്റെ പ്രബോധന ദൗത്യം നിർവഹിച്ചു കൊടുക്കുകയും അവരുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വിശുദ്ധ ഖുർആൻ യഹ്ദീലില്ലത്തി ഹിയ അഖ്വം, ഏറ്റവും നേരായ ചൊവ്വായ മാർഗത്തിലാണ് നിങ്ങളെ വഴിതെളിക്കുന്നത് എന്ന സന്തോഷ വാർത്ത അറിയിച്ചത് ആ അർത്ഥത്തിലാണ്. ഈ ഖുർആൻ അത് അള്ളാഹു അയച്ച ദിവ്യ ഗ്രന്ഥമാണ്, സത്യാസത്യ വിവേചന ഗ്രന്ഥമാണ്. ലാ റൈബ ഫീഹി, ഒരു തരത്തിലുള്ള സംശയത്തിനും ഇടയില്ലാത്ത വണ്ണം കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ടുള്ളത്. അത് നിങ്ങളെ കൂരിരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്. ഒരുപാട് കൂരിരുട്ടുകളാണ്. ആ കൂരിരുട്ടുകളിൽ നിന്നെല്ലാം നിങ്ങളെ മോചിപ്പിക്കും. വിശ്വാസപരമായി ശിർക്കിൻ്റെയും വഴികേടിൻ്റെയും കൂരിരുട്ടുകൾ, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കൂരിരുട്ടുകൾ, അധർമ്മത്തിൻ്റെയും അനീതിയുടെയും കൂരിരുട്ടുകളിൽ തപ്പിത്തടയുന്ന ആളുകൾ, ഇവരെയെല്ലാം മോചിപ്പിച്ച് സത്യത്തിൻ്റെ മാർഗത്തിലേക്ക്, വെളിച്ചത്തിൻ്റെ മാർഗത്തിലേക്ക് ആനയിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യമാണ്
പ്രവാചകൻ തിരുമേനി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിദായത്തിൻ്റെ പാത കാണിച്ചു കൊടുക്കുക എന്നത് പ്രവാചകന്മാർക്ക് പ്രധാനമായിട്ടുള്ളതാണ്. ആ പാത തിരഞ്ഞെടുക്കുവാനും ആ പാതയിലൂടെ സഞ്ചരിക്കുവാനും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായി കാണുന്നവർക്ക് മാത്രമേ, അഥവാ പരലോക ജീവിതത്തെ സംബന്ധിച്ചുള്ള ബോധമുള്ളവർക്ക് മാത്രമേ ആ പാതയിലൂടെ സഞ്ചരിക്കുവാനും ഈ രക്ഷയിൽ, ഈ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഹിദായത്തിൻ്റെ 2 മാർഗങ്ങളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ആയത്തുകൾ അവസാനിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഒന്ന്, വിശുദ്ധ ഖുർആനിനെ പിൻപറ്റുക, അതാണ് ഹിദായത്തിൻ്റെ ഒന്നാമത്തെ മാർഗം. വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തവരെ സംസ്കരിച്ചിട്ട് സത്യമാർഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യ നിർവഹണത്തിൽ പ്രവാചകന്മാരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, അദൃശ്യ ശക്തിയെ ഭയപ്പെടുക. അദൃശ്യമായ ഒരു ശക്തിയിലുള്ള വിശ്വാസവും വരാനിരിക്കുന്ന മരണത്തിന് ശേഷമുള്ള പരലോക ജീവിതത്തെ സംബന്ധിച്ചുള്ള ബോധവുമാണ് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാനുള്ള 2 മാർഗങ്ങളായി വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും എക്കാലത്തും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ മാർഗത്തിലൂടെ നീങ്ങുവാനാണ് യഥാർത്ഥത്തിൽ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. സൂറത്തുൽ കാഫിലൂടെയുള്ള ഈ നിർദ്ദേശങ്ങൾ സർവജനങ്ങൾക്കും വിശുദ്ധ ഖുർആനിലെ മറ്റു ഭാഗങ്ങളെ പോലെ തന്നെ വഴികാട്ടിയായി വർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ റമദാനിൽ ഈ രൂപത്തിൽ ഒരു സൂറത്ത് അർത്ഥസഹിതം മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച മുത്തക്കികളാണ്. മുത്തക്കികളുടെ കൂട്ടത്തിൽ സർവശക്തൻ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനിയും കൂടുതൽ ഭാഗങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും മനനം ചെയ്യുവാനും അതിലൂടെ ഇഹപര സൗഭാഗ്യങ്ങൾ കരസ്ഥമാക്കുവാനും അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.